Hi everyone, this is me Casac Benjali. Welcome to my new video blog. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, നല്ല ഉറക്കം കിട്ടുന്നില്ല, പലതരത്തിലുള്ള സമ്മർദ്ദമാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, അമിതമായിട്ടുള്ള ചിന്തകൾ കാരണം നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം ശരിയാകുന്നില്ല. നന്നായിട്ട് ഉറക്കം ശരിയാകാൻ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ശക്തി കൂട്ടാനുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഉറക്കം ശരിയായില്ല എങ്കിൽ പിന്നെ ബാക്കി ഒരു സാധനം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് പണമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കരിയർ ഗ്രോത്തുകളുണ്ട്, നമുക്കൊരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, വലിയ വീടുണ്ട്, അതുപോലെ തന്നെ വലിയ കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 പോയിന്റുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറക്കം ശക്തിപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഡിന്നറാണ്. വളരെ ലളിതമായിട്ടുള്ള ലഘുവായിട്ടുള്ള രാത്രി ഭക്ഷണം, ഡിന്നർ, അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുൻപ് എങ്കിലും നിങ്ങൾ അത്താഴം പൂർത്തിയാക്കിയിരിക്കണം. അത്താഴം നേരത്തെ കഴിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകളൊക്കെ ശീലിക്കുന്ന ശീലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലിയെല്ലാം കഴിഞ്ഞ് 12 മണിക്ക് 1 മണിക്കൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ മൂക്കറ്റം തട്ടിയിട്ട് ഒരൊറ്റ കിടത്തമാണ്. ശരിക്കും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആമാശയവും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളും വലിയ ഹെവി ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഉറങ്ങുമ്പോഴും ഡീപ്പായിട്ട് ഉറക്കത്തിലേക്ക് പോകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ മൈൻഡ് മാത്രം ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ. ശരീരം അപ്പോഴും ഹെവി ലോഡിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ഒരിക്കലും ഊർജ്ജസ്വലതയല്ല അനുഭവപ്പെടുക, ക്ഷീണമാണ്. കാരണം ശരീരം ഇത്രയും സമയം, പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയത്ത് നിങ്ങളങ്ങ് ദയിപ്പിച്ചെടുക്കാനുള്ള എക്സ്ട്രാ ലോഡ് എടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുക നിങ്ങളുടെ ശരീരം. അതൊരിക്കലും തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പിന് ഒരിക്കലും സഹായകരമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഘുവായിട്ടുള്ള പഴങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം, അതുപോലെ തന്നെ ബദാം പോലുള്ള വസ്തുക്കൾ, ചെറീസ്, അതുപോലെ തന്നെ വളരെ സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറയുന്ന മധുരക്കിഴങ്ങുകളൊക്കെ കുറച്ച് ലഘുവായിട്ട് കഴിക്കുക എന്ന് പറയുന്നത്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള വളരെ ലഘുവായിട്ട് പെട്ടെന്ന് ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ മാത്രം ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്നതിന് 2 മണിക്കൂർ മുൻപ് കഴിക്കുക. ഇതാണ് ആദ്യത്തെ നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്ന ശീലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെഡ്റൂമിനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ബെഡ്റൂം എപ്പോഴും നല്ല രീതിയിൽ നീറ്റായിട്ടും ക്ലീനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ബെഡും അതുപോലെ തന്നെ നിങ്ങളുടെ തലയണയും മറ്റുമൊക്കെ നല്ല രീതിയിൽ വൃത്തിയിലും നീറ്റായിട്ടും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഉറക്കം തരുന്നതിന് സഹായകരമായിരിക്കണം. ബെഡ്റൂമിനെ നമ്മൾ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടും മറ്റൊരുപാട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ബെഡ്റൂം എപ്പോഴും ഉറക്കത്തിന് വേണ്ടി മാത്രം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ സമാധാനപൂർവ്വമായ ഒരു ഉറക്കം ഫീൽ ചെയ്യുന്ന രീതിയിലുണ്ടാണ്. ഇപ്പോൾ എന്നോട് പലരും പ്രവാസികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, 8 പേരും 6 പേരും അതുപോലെ തന്നെ 4 പേരൊക്കെ ആയിട്ട് ഇരിക്കുന്ന പ്രവാസികളുടെ ബെഡ്റൂം എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? നിങ്ങൾ കിടക്കുന്ന സ്ഥലം നീറ്റായിട്ടും ക്ലീനായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഉറങ്ങുന്നതിൻ്റെ ഒരു നോർമൽ സമയമായി കഴിഞ്ഞാൽ ലൈറ്റും മറ്റ് ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുന്നതിനൊരു കോമൺ പോളിസി റൂമിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണെങ്കിലും പീസ്ഫുൾനെസ്സും ഹാപ്പിനെസ്സും കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബെഡ്റൂം, നിങ്ങൾ കിടക്കുന്ന സ്ഥലം ഉറക്കത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് സഹായകരമായിട്ടുള്ള ആവശ്യാനുസൃതമായിട്ടുള്ള ഒരു മൂഡ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് അനാവശ്യമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ലൈറ്റും ഡിസ്ട്രാക്ഷൻസും നോയ്സും
വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശാന്തമായ ഉറക്കത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്നത് ഡയറക്റ്റ് ഉറക്കവുമായിട്ട് കണക്റ്റഡ് അല്ല, പക്ഷേ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സമ്മർദ്ദമുള്ള വ്യക്തിയാണെങ്കിൽ ശരി, ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ വൈകുന്നേരമോ നിങ്ങളുടെ കൺവീനിയൻറ്റ് സമയം അനുസരിച്ചിട്ട് ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റെങ്കിലും ഫിസിക്കൽ എക്സസൈസ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. 40 മിനിറ്റെങ്കിലും ഫിസിക്കൽ എക്സസൈസ്, നടത്തമാകാം, ഓട്ടമാകാം, എയറോബിക് എക്സസൈസ് എന്തും ആകാം. നിങ്ങളുടെ ശാരീരിക അവസ്ഥയും ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നടക്കുന്നതിനും ഓടുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കണം. കാരണം ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഹോർമോൺ ഇൻബാലൻസിങ് ഇല്ലാതാക്കുകയും നിങ്ങളുടെ ഹോർമോൺ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് സെറിട്ടോണിൻ പോലെയുള്ള നമ്മൾ ഹാപ്പിനെസ് തരുന്ന, സമാധാനം തരുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടെ നടക്കുമ്പോൾ മനസ്സിനൊരു പീസ്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയും ശരീരത്തിന് നല്ല ആരോഗ്യവും ബലവും കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അമിതമായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാതെ എളുപ്പത്തിൽ നിങ്ങളുടെ മൈൻഡിനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാൻ അത് സഹായിക്കുകയും ചെയ്യും. അതിനുവേണ്ട ഹോർമോൺ ബാലൻസിങ് നിങ്ങളുടെ എക്സസൈസിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പലരും ഉറക്കത്തിന് വേണ്ടിയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ദക്ഷിണേന്ത്യയിലുള്ള ആളുകളുടെ പ്രധാന ശീലം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളും മാത്രമല്ല ലോകത്തുള്ള പല ആളുകളും ശീലിച്ചു വരുന്നൊരു ശീലമാണ്, ടെൻഷനാണ്, വല്ലാതെ പ്രശ്നമാണെങ്കിൽ 2 അടിച്ചിട്ട് അങ്ങ് കിടക്കുക, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇത് ശരിക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. കള്ള് കുടിച്ചുകൊണ്ട്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുമെന്ന് പറയുന്നത് ഒരു അബദ്ധധാരണയാണ്. നിങ്ങൾക്ക് ആൽക്കഹോളിൻ്റെ സഹായത്തോടെ കിട്ടുന്നത് ഒരു അബോധാവസ്ഥയാണ്. ഞരമ്പുകളുടെ തളർച്ച മൂലമുണ്ടാകുന്ന ഒരു തിരിച്ചറിവില്ലായ്മ മാത്രമാണ് ശരിക്കും നിങ്ങൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് ആരോഗ്യപ്രദമായിട്ടുള്ള ഉറക്കമല്ല. മാത്രമല്ല അമിതമായിട്ട് എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ നിങ്ങളുടെ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഉറക്കത്തെ ഇല്ലാതാക്കുക കൂടി ചെയ്യൂ എന്നുള്ളതും കൂടെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ആൽക്കഹോൾ കഴിച്ചുകൊണ്ട് പോകരുത്. അത് നിങ്ങളെ ബോധം മറക്കും, ശരിയാണ്, തിരിച്ചറിവില്ലായ്മയാക്കും. പക്ഷേ ശരീരം അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. രാവിലെ വെള്ളം അടിച്ച് ഉറങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞാലും ശരി, നിങ്ങൾക്ക് ക്ഷീണവും അസ്വസ്ഥതയും തലവേദനയും ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ബോധമേ പോയിട്ടുള്ളൂ, ഉറക്കം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം അടിച്ചുകൊണ്ടും കള്ള് കുടിച്ചുകൊണ്ടും ആൽക്കഹോൾ കഴിച്ചുകൊണ്ടും ഉറങ്ങാൻ പോകുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. നല്ല ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞുള്ള ബാക്കിയുള്ള 2 മണിക്കൂർ ഉണ്ടാവുമല്ലോ. ഈ 2 മണിക്കൂറിൻ്റെ സമയത്ത് പരമാവധി ഒരിക്കലും തന്നെ നിങ്ങൾ TV കാണരുത്. TV, വീഡിയോ ഗെയിംസ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള, വല്ലാതെ നെഗറ്റീവിലേക്ക് മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് മാറി നിൽക്കുക. പ്രത്യേകിച്ച് TV കാണരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നെഗറ്റീവ് ആക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ പ്രോഗ്രാംസുകളും ഒക്കെ നിങ്ങളെ വല്ലാതെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തത് വീഡിയോ ഗെയിമിൽ മൈൻഡിന് അമിതമായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത്, കാരണം നിങ്ങൾ വീഡിയോ ഗെയിം അടക്കമുള്ള ലോജിക്കലി നിങ്ങളുടെ മൈൻഡിന് ഒരുപാട് സ്ട്രെസ് പണി കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി വളരെ ശക്തമാകുകയും ബ്രെയിൻ വേവ് ലെങ്ത് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരേണ്ട ഉറക്കത്തെ ഡിലേ ആക്കാൻ പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ TV കാണുന്നത്, അതുപോലെ തന്നെ വീഡിയോ ഗെയിം, മൊബൈൽ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും അല്ലെങ്കിൽ മക്കളുമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ വളരെ ആസ്വാദികരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, റിലാക്സേഷന് കിട്ടുന്ന സംഭാഷണത്തിൽ ഏർപ്പെടുകയോ നിങ്ങളുടെ മൈൻഡിന് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന കാര്യത്തിലേക്ക് വായനയോ മറ്റോ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ നല്ല ഉറക്കത്തിന് സഹായകരമാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ രാത്രിയിൽ ഒരിക്കലും തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗിക്കരുത്. അമിതമായിട്ട് ഷുഗർ കണ്ടൻ്റുള്ള കൊക്കക്കോല, പെപ്സി അടക്കമുള്ള ഡ്രിങ്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ഉറക്കത്തെ ഇല്ലാതാക്കുന്നതിന് ഒരു പ്രധാന കാരണമായിട്ട് മാറും. അത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതും 7ാമത്തതും ഉറക്കത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങളെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ മൈൻഡിൻ്റെ, ബ്രെയിനിൻ്റെ വേവ് ലെങ്ത്തുകൾ, ഫ്രീക്വൻസി എല്ലാം കുറച്ച് ശാന്തമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ടൂളെന്ന്
പറയുന്നത് പ്രാർത്ഥനയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ആണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിലും വളരെ ശാന്തമായ ഒരവസ്ഥയിൽ ഏകാഗ്രതയോട് കൂടിയിട്ട് നിങ്ങളെ ദൈവത്തോട് നിങ്ങൾക്ക് അതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടും കൂടുതൽ നന്മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും സമാധാനപൂർവ്വമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു ഉറക്കത്തിന് ഊർജം നൽകുന്ന ഒന്ന് തന്നെയാണ്. അത് കൂടുതൽ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങൾ ഏത് തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെഡിറ്റേഷനുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെഡിറ്റേഷനാണ് ബ്രീത്ത് ഒബ്സർവിങ് മെഡിറ്റേഷൻ. നിങ്ങൾ ശാന്തമായിട്ട് കണ്ണടച്ചിരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസക്രമത്തെ ഒരു മൂന്നാമതൊരാൾ നോക്കി കാണുന്നത് പോലെ കാണുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ വേവ് ലെങ്ത്തിനെ താഴ്ത്താനും വളരെ എളുപ്പത്തിലേക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനും സഹായിക്കും. ഉറക്കമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നെസസിറ്റിയാണ്. മനസ്സിൽ എപ്പോഴും സന്തോഷം മെയിൻറ്റെയിൻ ചെയ്യാനും ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാബിറ്റുകൾ നിങ്ങൾ കൊണ്ടു നടക്കാനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ, ബിസിനസ് വിജയങ്ങൾ, സാമ്പത്തിക വിജയങ്ങൾ, കരിയർ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ നല്ല ജോലി, നല്ല പ്രൊമോഷൻ, കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഇതെല്ലാം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ സക്സസ്സിലേക്ക്, വിജയത്തിലേക്ക് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ മൈൻഡിനകത്തേക്ക് കയറിക്കൂടിയതും കുട്ടിക്കാലത്തെ ഹിപ്നോസിസ് പ്രോഗ്രാമിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതും അറിഞ്ഞതും പാരൻസ് പറഞ്ഞതുമൊക്കെയായ രീതികളിലൂടെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും രൂപപ്പെട്ട ക്യാരക്ടർ ഫൗണ്ടേഷൻ പ്രോഗ്രാമിങ്ങിൻ്റെ ഒക്കെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അതേ സാഹചര്യത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവും വലിയ കണ്ടുപിടുത്തവുമാണ് കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളത് എല്ലാ വേദഗ്രന്ഥങ്ങളും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ അയാൾ ചിന്തിക്കുന്നത് പോലെയാകുന്നു എന്ന് ബൈബിളും. നിങ്ങളുടെ ജീവിതം ഞാൻ മാറ്റുകയില്ല, നിങ്ങൾ മാറാൻ തയ്യാറാവാത്തിടത്തോളം കാലം. നിങ്ങൾ മാറാൻ റെഡിയാണെങ്കിൽ ഞാൻ മാറ്റുമെന്നുള്ള ഭഗവത്ഗീതയും ഖുറാനും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാം. ഏത് രീതിയിലുള്ള സക്സസ് കൊണ്ടുവരാനും നമ്മുടെ എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും ശരി, ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനും കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മൈൻഡിനെ സക്സസ്സിലേക്ക്, നമ്മൾ കാണുന്ന ജീവിതത്തിലേക്ക് റീപ്രോഗ്രാം ചെയ്യുന്നത് വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ഒരു ജീവിതത്തിലൊരു മാറ്റം തിരയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, സന്തോഷം, സമാധാനം, ഹാപ്പിനെസ്, അതുപോലെ തന്നെ സാമ്പത്തിക വിജയം, കരിയർ സക്സസ്, ഫാമിലി റിലേഷൻഷിപ്പ്, ഇതെല്ലാം തിരയുന്ന ഒരാളാണെങ്കിൽ അത് മറ്റൊരാൾ കൊണ്ടുത്തരും. അയാൾ നന്നായാൽ ഞാൻ മാറും, എൻ്റെ വൈഫ് മാറിയാൽ ഞാൻ മാറും, എൻ്റെ ഹസ്ബൻഡ് മാറിയാൽ ഞാൻ മാറും, കൂട്ടുകാരൻ മാറിയാൽ ഞാൻ മാറും, ബിസിനസ് പാർട്ണർ മാറിയാൽ ഞാൻ മാറും, എൻ്റെ ഗവൺമെൻറ് മാറിയാൽ എൻ്റെ ജീവിതം മെച്ചപ്പെടും, എക്കണോമിക് പോളിസി മാറിക്കഴിഞ്ഞാൽ ജീവിതം മെച്ചപ്പെടും, സാമ്പത്തിക ക്രൈസിസ് മറികടന്നാൽ ഞാൻ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ മാറാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കുകയുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ് ബെഞ്ചാലി ലൈഫ് ഇൻ്റർനാഷണൽ. മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ ഒരുപാട് കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും എല്ലാം എല്ലാ നഗരങ്ങളിലും നടത്തുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ, സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ലൈഫിനെ തന്നെ മാസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാംസ്, ബിസിനസ്സിനെ ഹൈ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ബിസിനസ് ബൂം പ്രോഗ്രാംസ്, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുപ്പിക്കുകയും അത് മനോഹരമായിട്ട് ഏതൊരാളുടെ മുമ്പിലും ഏതൊരാശയത്തെയും പങ്കുവെക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് അടക്കമുള്ള പരിശീലന പ്രോഗ്രാമുകളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കോഴിക്കോടുമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങും സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ്, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പുതിയൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നേടാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമായാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.